ഒരിക്കൽ ഒരു വിശന്നു വലഞ്ഞ കുറുക്കൻ ഭക്ഷണം തേടി ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു കൂട്ടം നായ്ക്കൾ അവനെ ഓടിച്ചു. നായ്ക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ഓടുന്നതിനിടയിൽ കുറുക്കൻ ഒരു അലക്കുകാരന്റെ വീടിന്റെ മുറ്റത്തുള്ള വലിയൊരു നീല ചായം കലക്കിയ പാത്രത്തിൽ വീണുപോയി. നായ്ക്കൾ പോയതിനു ശേഷം കുറുക്കൻ പാത്രത്തിൽ നിന്നും പുറത്തിറങ്ങി. ഇപ്പോൾ അവന്റെ ശരീരം മുഴുവൻ നല്ല നീല നിറമായിരുന്നു. അവൻ കാട്ടിലേക്ക് മടങ്ങിപ്പോയി. കാട്ടിലെ മൃഗങ്ങളൊന്നും ഇങ്ങനെയൊരു ജീവിയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ അവനെ പേടിയോടെ നോക്കി. കുറുക്കൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കണ്ട. ദൈവം എന്നെ നിങ്ങളുടെ രാജാവായി അയച്ചതാണ്. ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ കാവൽക്കാരൻ. കാട്ടിലെ സിംഹവും പുലിയും ആനയുമെല്ലാം ഇത് വിശ്വസിച്ചു. അവർ അവനെ ആദരിക്കുകയും അവനു വേണ്ട ഭക്ഷണമെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. കുറുക്കൻ ഒരു രാജാവിനെപ്പോലെ സുഖമായി കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ ദൂരെ ഒരു കൂട്ടം കുറുക്കന്മാർ ഒന്നിച്ചോരിയിടുന്നത് അല്ലെങ്കിൽ കൂകുന്നത് നീലക്കുറുക്കൻ കേട്ടു. തന്റെ വർഗക്കാരുടെ ശബ്ദം കേട്ടപ്പോൾ ആവേശത്തിലായ കുറുക്കൻ തന്റെ യഥാർത്ഥ സ്വഭാവം മറന്നുപോയി. അവൻ അവരോടൊപ്പം ചേർന്ന് ഉറക്കെ ഓരിയിടാൻ തുടങ്ങി. ഇത് കേട്ട മൃഗങ്ങൾ ഞെട്ടിപ്പോയി. ഇവൻ നമ്മുടെ രാജാവല്ല, വെറുമൊരു കുറുക്കനാണ്, നമ്മളെ ചതിക്കുകയായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞു. ദേഷ്യം വന്ന മൃഗങ്ങൾ അവനെ ഓടിച്ചുവിട്ടു. തന്റെ കള്ളത്തരം കാരണം കുറുക്കന് രാജപദവിയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ടു. ഗുണപാഠം: കള്ളത്തരത്തിലൂടെ നേടുന്ന നേട്ടങ്ങൾ അധികകാലം നിലനിൽക്കില്ല. സത്യം ഒരിക്കൽ പുറത്തുവരും.